ഹലോ വെൽക്കം ബാക്ക് ടു സൈലന്റ് മണി. JC ജിതിൻ സാറാണ് സംസാരിക്കുന്നത്. സോ മക്കളെ, ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ സോഷ്യൽ സയൻസിനകത്ത് 4ാമത്തെ ചാപ്റ്റർ ഉണ്ടല്ലോ. എല്ലാ ആൾക്കാർക്കും അറിയാം, 4ാമത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ് ബേസിക് എക്കണോമിക് പ്രോബ്ലംസ് ആൻഡ് ദ എക്കോണമി എന്ന് പറഞ്ഞ ചാപ്റ്റർ. അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങളും സമ്പദ് വ്യവസ്ഥയും എന്ന് പറയുന്ന ചാപ്റ്റർ. ഈ ഒരു ചാപ്റ്ററിനകത്ത് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇവിടെ പറയുന്നത് കേട്ടോ. മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. സോ അതിലെ ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കിയോളൂ. ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. What are the three basic economic problems that a country faces in the relationship to the production of goods and services? മക്കളെ, സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപാദന പ്രക്രിയയുമായി ബന്ധപ്പെട്ട് ഒരു രാജ്യം അഭിമുഖീകരിക്കുന്ന 3 അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ ഏതെങ്കിലും ഒന്ന് വിവരിക്കുക എന്ന് പറഞ്ഞാണ് ചോദ്യപത്രത്തിലുള്ളത്. മക്കളെ, നിർബന്ധമായി നമ്മൾ പഠിച്ചു വെച്ചോളാം. ബേസിക് എക്കണോമിക് പ്രോബ്ലം. നമ്മുടെ ചാപ്റ്ററിന്റെ പേര് തന്നെ എന്താണ്? ബേസിക് എക്കണോമിക് പ്രോബ്ലം ആൻഡ് ദ എക്കോണമി എന്നുള്ളതാണ്. മക്കളെ, ഏതൊക്കെയാണ് ഇതുപോലെ തന്നെ പ്രധാനപ്പെട്ട അടിസ്ഥാന പ്രശ്നങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് വൺ നോക്കൂ, വാട്ട് ടു പ്രൊഡ്യൂസ്. സെക്കൻഡ് വൺ, ഹൗ ടു പ്രൊഡ്യൂസ്. തേർഡ് വൺ, ഫോർ വൂം ടു പ്രൊഡ്യൂസ്. അല്ലേ? അപ്പൊ നോക്കൂ, എന്ത് ഉൽപ്പാദിപ്പിക്കണം, അതേപോലെ തന്നെ എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, അതേപോലെ തന്നെ മക്കളെ ആർക്കു വേണ്ടി ഉൽപ്പാദിപ്പിക്കണം. അപ്പൊ ഓർത്തു വെച്ചോ, എന്ത്, എങ്ങനെ, ആർക്കു വേണ്ടി. അപ്പൊ ഓർത്തു വെച്ചോ, എന്ത്, എങ്ങനെ, ആർക്ക് വേണ്ടി. സിമ്പിൾ അല്ലേ? എന്ത്, എങ്ങനെ, ആർക്ക് വേണ്ടി. നമ്മളൊരു കോഡൊക്കെ ആയിട്ട്, ഒരു പാട്ടൊക്കെ ആയിട്ട് നമ്മൾ പഠിച്ചിരുന്നു അല്ലേ? അല്ലേ? ബേസിക് എക്കണോമിക് പ്രോബ്ലംസ് അല്ലെങ്കിൽ അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ വാട്ട് ടു പ്രൊഡ്യൂസ്, വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ്, ഫോർ വൂം ടു പ്രൊഡ്യൂസ്. വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ്, ഫോർ വൂം ടു പ്രൊഡ്യൂസ്. എന്ത്, എങ്ങനെ, ആർക്കു വേണ്ടി. എന്ത്, എങ്ങനെ, ആർക്കു വേണ്ടി. വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ്, ഫോർ വൂം ടു പ്രൊഡ്യൂസ്. വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ്, ഫോർ വൂം ടു പ്രൊഡ്യൂസ്. എന്ത്, എങ്ങനെ, ആർക്കു വേണ്ടി. എന്ത്, എങ്ങനെ, ആർക്കു വേണ്ടി. മകളെ, ഓർത്തു വെച്ചോ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബേസിക് പ്രോബ്ലംസ് ആണ്. നിർബന്ധമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അത് പഠിക്കുക. അത് പഠിച്ചിട്ടേ പോകാം. അടുത്തത് മക്കളെ, ഈ ചാപ്റ്ററിൽ നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ, മക്കളെ നിങ്ങൾ നോക്കിയോളൂ, അവിടെ പറയുന്നുണ്ട് എക്സ്പ്ലെയിൻ ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദി ഗാന്ധിയൻ എക്കണോമിക് തോട്ട്സ് ഇൻ കണ്ടംപററി ഇന്ത്യ. മക്കളെ, ഗാന്ധിജിയുടെ എക്കണോമിക് തോട്ട്സ് ആണ്. ഗാന്ധിജിയുടെ എക്കണോമിക് തോട്ട്സുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ എന്ത് ചെയ്യും, എക്സാമിനകത്ത് വന്നിരിക്കും. നിർബന്ധമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, അത് പഠിച്ചിരിക്കണം. മക്കളെ, ഞാൻ ഇതുപോലെ തന്നെ ഇതൊന്നും ഭയങ്കര ടഫ് ഒന്നല്ല കേട്ടോ, സിമ്പിൾ ആണ്. നിങ്ങൾ ഗാന്ധിജിയുടെ ഒരു ലൈഫ് പഠിച്ചാൽ എളുപ്പത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത് പഠിക്കാൻ പറ്റും. ഞാനൊന്ന് സിമ്പിളാക്കി പറഞ്ഞുതരാം, നിങ്ങൾ ശ്രദ്ധിച്ചേ. നിങ്ങൾക്കറിയാലോ, ഗാന്ധിജി ഇതേപോലെ തന്നെ ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരുന്നു. ഗാന്ധിജി വക്കീലാണ്, അഡ്വക്കേറ്റ് ആണ്, നല്ല അറിയാം. അങ്ങനെ ഇന്ത്യയിലേക്ക് വന്ന സമയത്ത് ഗാന്ധിജി ആദ്യമായിട്ട് എന്ത് ചെയ്യാണ്, ഇതേപോലെ തന്നെ നമ്മുടെ ദേശീയ സമരത്തിന്റെ ഒക്കെ ഭാഗമായിട്ട് ചെറിയ ചെറിയ സമരങ്ങളൊക്കെ ഏറ്റെടുത്ത് നടത്തുകയാണ്. അതിനു മുന്നോടിയായിട്ട് ഗാന്ധിജി ഇന്ത്യക്കകത്തുള്ള എല്ലാ ഗ്രാമങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, സന്ദർശിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ മതി, ഗാന്ധിജിയുടെ ഒരു ലൈഫ് എന്ന് പറഞ്ഞാൽ ഗാന്ധിജി ഇതേപോലെ തന്നെ ഒരു സെൽഫ് സഫിഷ്യൻസിയൊക്കെയാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത്. നിങ്ങൾ വെച്ചാൽ അദ്ദേഹത്തിന്റെ കാര്യങ്ങളൊക്കെ അദ്ദേഹം സ്വയം ചെയ്യുകയാണ് ചെയ്യുക. അദ്ദേഹം ഭക്ഷണം ഉണ്ടാക്കുന്ന അദ്ദേഹമാണ്, സ്വന്തം വസ്ത്രങ്ങൾ അദ്ദേഹം തന്നെയാണ് നെയ്തെടുക്കുക, വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്യില്ല. എല്ലാം തന്നെ അദ്ദേഹത്തിന്റെ കാര്യങ്ങളൊക്കെ സ്വന്തമായി അദ്ദേഹം ചെയ്തു. അപ്പോൾ ഭയങ്കര സെൽഫ് സഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ആക്ച്വലി നമ്മുടെ ഗാന്ധിജി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഗാന്ധിജി, ഞാൻ പറഞ്ഞല്ലോ, മുൻപേ പറഞ്ഞു, ഗാന്ധിജി ഇന്ത്യയിലേക്ക് വന്ന് ഇന്ത്യയിലെ ഗ്രാമങ്ങളിലാണ് എന്ത് ചെയ്യുന്നത്, ഗാന്ധിജി സന്ദർശിക്കുന്നത്. ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യയുടെ ആത്മാവ് അല്ലെങ്കിൽ സോൾ എന്ന് പറയുന്നത് ഗ്രാമങ്ങളിലാണ് എന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ഗാന്ധിജി പറയുന്നുണ്ട്. അപ്പൊ ഗ്രാമങ്ങൾക്ക് വലിയ ഇമ്പോർട്ടൻസ് കൊടുത്ത ഒരു വ്യക്തിയാണ് ആര്, ഗാന്ധിജി എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ മക്കൾ നോക്കിയാൽ ഈ ഗാന്ധിജി ഭയങ്കര ഒരു സോഷ്യൽ ജസ്റ്റിസ് ഉള്ള, ഒരു സാമൂഹിക നീതി നടപ്പിലാക്കുന്ന ഒരാൾ കൂടിയാണ് ഗാന്ധിജി. കാരണം എല്ലാ ആൾക്കാരെയും ഇതുപോലെ തന്നെ ഒത്തുചേർത്ത് കൂടെ കൊണ്ടുപോകുന്ന ഒരാളാണ് ആര്, ഗാന്ധിജി എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഇത്രയും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ എളുപ്പത്തിൽ ഗാന്ധിജിയുടെ എക്കണോമിക് തോട്ട്സ് നമുക്ക് എന്ത് ചെയ്യാം, പഠിക്കാൻ പറ്റും. മക്കളെ നോക്കിയോളൂ, ആദ്യം തന്നെ പറഞ്ഞു നോക്കൂ, ഗാന്ധിജി എൻവിഷൻഡ് എക്കോണമി ബേസ്ഡ് ഓൺ സെൽഫ് സഫിഷ്യൻസി ആൻഡ് ഡീസെൻട്രലൈസേഷൻ. അപ്പോൾ ഓർത്തു വെച്ചോളും, ഗാന്ധിജി സ്വയം പര്യാപ്തത, അതുപോലെ വികേന്ദ്രീകരണം എന്നിവയിൽ അധിഷ്ഠിതമായ സമ്പദ് വ്യവസ്ഥയാണ് ഗാന്ധിജി വിഭാവനം ചെയ്യുന്നത്. അപ്പോൾ ഗാന്ധിജിയുടെ സംബന്ധിച്ചുള്ള ഒരു എക്കോണമി എന്ന് പറഞ്ഞാൽ അത് ഒരു സ്വയം പര്യാപ്തതയായിരിക്കണം, വികേന്ദ്രീകരണം ഉണ്ടായിരിക്കണം. ഇനി അടുത്ത നോക്കൂ, പ്രാദേശിക തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കാൻ ഗ്രാമീണ വ്യവസായങ്ങളെ പരിപോഷിപ്പിക്കണം. ഞാൻ പറഞ്ഞു, ഗ്രാമങ്ങൾക്ക് വലിയ ഇമ്പോർട്ടൻസ് ഗാന്ധിജി കൊടുക്കുന്നുണ്ട്. അപ്പൊ ഗ്രാമീണ വ്യവസായങ്ങളെ പരിപോഷിപ്പിക്കാൻ പറയുന്നുണ്ട്. റൂറൽ ഇൻഡസ്ട്രി നീഡ് ടു നർച്ചേർഡ് ഇൻക്രീസ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ലോക്കലി. അപ്പൊ റൂറൽ ഇൻഡസ്ട്രീസിന്, ഗ്രാമീണ വ്യവസായങ്ങൾ വളരാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഗാന്ധിജി ഇദ്ദേഹത്തിന് ആഹ്വാനം ചെയ്യുന്നുണ്ട്. അതേപോലെ നോക്കൂ മക്കളെ, എക്സ്പാൻഡ് ലോക്കൽ മാർക്കറ്റ്സ്. അതേപോലെ തന്നെ ഈ ഗ്രാമങ്ങളിലൊക്കെയുള്ള പ്രാദേശിക മാർക്കറ്റ്സ് ഉണ്ടാവുമല്ലോ, ചന്തകൾ ഉണ്ടാവുമല്ലോ, അങ്ങനെയുള്ള വിപണികൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അത് വ്യാപിപ്പിക്കാൻ ഗാന്ധിജി പറയുന്നുണ്ട്. പ്രാദേശികമായി ഉത്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെ വിപണനത്തിനായി പ്രാദേശിക വിപണികൾ വിപുലപ്പെടുത്തുവാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഗാന്ധിജി ആവശ്യപ്പെടുന്നുണ്ട്. ലാസ്റ്റ് വൺ നോക്കൂ മക്കളെ, സാമൂഹിക നീതി ഉറപ്പാക്കുന്നതിനായി
സാമ്പത്തിക അസമത്വം ലഘൂകരിക്കാൻ ഗാന്ധിജി പറയുന്നുണ്ട്. എക്കണോമിക് ഇനീക്വാലിറ്റി ഷുഡ് ബി അലിവിയേറ്റഡ് ടു എൻഷുർ സോഷ്യൽ ജസ്റ്റിസ്. അപ്പോൾ ഇത്രയുമാണ് ഗാന്ധിജിയുടെ എക്കണോമിക് തോട്ട്സ്. അപ്പോൾ ഓർത്ത് വെച്ചു, ഗാന്ധിജി എന്ന് പറഞ്ഞാൽ സെൽഫ് സഫിഷ്യൻസി ആൻഡ് ഡീസെൻട്രലൈസേഷൻ അനുസരിച്ചുള്ളൊരു എക്കോണമി വേണമെന്നാണ് ഗാന്ധിജി പറയുന്നത്. മകളെ നോക്കൂ, സ്വയം പര്യാപ്തത, വികേന്ദ്രീകരണം എന്നിവയിൽ അധിഷ്ഠിതമായ ഒരു സമ്പദ് വ്യവസ്ഥ വേണമെന്നാണ് ഗാന്ധിജി പറയുന്നത്. രണ്ടാമത്തത് ഗ്രാമീണ വ്യവസായങ്ങളെ പരിപോഷിപ്പിക്കണം എന്ന് ഗാന്ധിജി പറയുന്നുണ്ട്. അല്ലെ, ഈ പറയുന്ന റൂറൽ ഇൻഡസ്ട്രീസിന് എന്ത് ചെയ്യണം, ഇതുപോലെ തന്നെ ഭയങ്കരമായിട്ട് ഡെവലപ്പ് ചെയ്യണം എന്ന് ഗാന്ധിജി പറയുന്നുണ്ട്. പിന്നെ നോക്കൂ, എക്സ്പാൻഡ് ലോക്കൽ മാർക്കറ്റ്സ്, അല്ലെ, ഈ പറഞ്ഞ ഗ്രാമങ്ങളിലുള്ള പ്രാദേശിക വിപണികൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കണം, അത് വികസിപ്പിക്കാൻ ഗാന്ധിജി ആവശ്യപ്പെടുന്നുണ്ട്. ലാസ്റ്റ് വൺ, സാമൂഹിക നീതി ഉറപ്പാക്കാൻ വേണ്ടിയുള്ള എന്ത് ചെയ്യണം, കാര്യങ്ങൾ ചെയ്യണം. സോഷ്യൽ ജസ്റ്റിസ് ഇതേപോലെ തന്നെ നടപ്പിലാക്കാൻ അവിടെ എക്കണോമിക് ഇനീക്വാലിറ്റി, സാമ്പത്തിക അസമത്വം കുറയ്ക്കണമെന്ന് ഗാന്ധിജി പറയുന്നുണ്ട്. സോ ഇത്രയും ഗാന്ധിജിയുടെ പ്രധാനപ്പെട്ട കോഴ്സുകളാണ്. അപ്പോൾ ഓർത്ത് വെച്ചോ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗാന്ധിജിയുടെ പ്രധാനപ്പെട്ട ഐഡിയാസ് ആണ്. അപ്പോൾ മക്കളെ പഠിച്ചു വെച്ചോളൂ, ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗം തന്നെയാണ് ഇത് ഗാന്ധിജിയുമായി ബന്ധപ്പെട്ടിട്ടോ. ഓർത്ത് വെച്ചോളെ, ഇമ്പോർട്ടൻ്റ് ആണ്. റെഡി. ഇനി മക്കൾസെ, ഈ ഭാഗത്ത് നിന്ന് അടുത്തത് നിങ്ങൾ പഠിക്കേണ്ടത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എക്കണോമീസ് ഉണ്ട്. അതിൽ ക്യാപിറ്റലിസ്റ്റ് എക്കോണമി ഉണ്ട്, സോഷ്യലിസ്റ്റ് എക്കോണമി ഉണ്ട്, മിക്സഡ് എക്കോണമി ഉണ്ട്. നമ്മളോട് ഇവിടെ ചോദിച്ചൊരു ചോദ്യം, കമ്പയർ ദ ക്യാപിറ്റലിസ്റ്റ് ആൻഡ് സോഷ്യലിസ്റ്റ് എക്കോണമീസ്, അല്ലേ, മുതലാളിത്ത സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥകളെ താരതമ്യം ചെയ്യാനാണ് എന്ത് ചെയ്യുന്നത് ചോദിച്ചത്. മുതലാളിത്ത സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയെ താരതമ്യം ചെയ്യാൻ മക്കളെ നമുക്കറിയാം, എല്ലാ ആൾക്കാരും നോക്കണം. ക്യാപിറ്റലിസ്റ്റ് ഓർത്ത് വെച്ചോളാം, ക്യാപിറ്റലിസ്റ്റ് എക്കോണമി, ഒരു ക്യാപിറ്റലിസ്റ്റ് എക്കോണമി ഉണ്ട്. അതേപോലെ തന്നെ വേറൊന്ന് സോഷ്യലിസ്റ്റ് ഉണ്ട്. ക്യാപിറ്റലിസ്റ്റ് ഉണ്ട്, സോഷ്യലിസ്റ്റ് ഉണ്ട്. എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം? നമുക്കറിയാലോ, ക്യാപിറ്റലിസ്റ്റ് എക്കോണമിക്കകത്ത് എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്നത് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പ്രൈവറ്റ് ആണ്. എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്നത് പ്രൈവറ്റ് അല്ലെങ്കിൽ സ്വകാര്യ വ്യക്തികളാണ്. എന്നാൽ സോഷ്യലിസ്റ്റിൽ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? ഗവൺമെന്റ് ആണ്. നമുക്കറിയാം അല്ലെ. ഇനി ഈ ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയുടെ മെയിൻ ആയിട്ടുള്ള എയിം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോഫിറ്റ് ആണ് അവരുടെ ലക്ഷ്യം. പ്രോഫിറ്റ് അല്ലെങ്കിൽ ലാഭമാണ് ഇവരുടെ ലക്ഷ്യം. അങ്ങനെയാണെങ്കിൽ സോഷ്യലിസ്റ്റ് എക്കോണമിയുടെ മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം എന്ന് പറഞ്ഞാൽ വെൽഫെയർ ആണ്. വെൽഫെയർ ഓഫ് ദ പീപ്പിൾ, അല്ലെങ്കിൽ ക്ഷേമമാണ് അവരുടെ മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം. ജനങ്ങളുടെ ജനക്ഷേമമാണ് ഇവരുടെ മെയിൻ ആയിട്ടുള്ള എയിം എന്നുള്ളത് എന്ത് ചെയ്യാം, നമുക്ക് മനസ്സിലാക്കി വെക്കാൻ പറ്റും അല്ലേ. അപ്പൊ നോക്കൂ മക്കളെ, ഞാൻ ഇതേപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതേപോലെ തന്നെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഭാഗത്ത് നിങ്ങൾക്കറിയാം ക്യാപിറ്റലിസ്റ്റ് എക്കോണമി ഉണ്ട്, ഇപ്പോഴത്തെ ഭാഗത്ത് സോഷ്യലിസ്റ്റ് എക്കോണമി ഉണ്ട്. ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇതേപോലെ തന്നെ പറയുകയാണെങ്കിൽ നോക്കും മക്കളെ, റൈറ്റ് ഓൺ പ്രോപ്പർട്ടി, അല്ലേ, ഈ ക്യാപിറ്റലിസ്റ്റ് എക്കോണമിക്കകത്ത് റൈറ്റ് ഓൺ പ്രോപ്പർട്ടി അല്ലെങ്കിൽ സ്വത്ത് കൈവശം വയ്ക്കാനുള്ള അവകാശം ഉണ്ടാവും. അതേപോലെ തന്നെ മാക്സിമം അവർ ഇതേപോലെ തന്നെ പ്രോഫിറ്റ് ഉണ്ടാക്കുക, അതാണ് എയിം. പരമാവധി ലാഭമാണ് അവരുടെ ലക്ഷ്യം. അതേപോലെ തന്നെ മക്കളെ, ലിമിറ്റഡ് ഗവൺമെന്റ് ഇന്റർവെൻഷൻസ് ആണ് കാണുക കേട്ടോ. ഗവൺമെന്റിന് പരിമിതമായ ഇടപെടൽ മാത്രമേ കാണാൻ വേണ്ടി പറ്റുന്നുള്ളൂ ഏത് ക്യാപിറ്റലിസത്തിൽ. അതേപോലെ നമുക്ക് കംപ്ലീറ്റ് ഫ്രീഡം ഓഫ് കൺസ്യൂമേഴ്സ്, അല്ലേ, ഉപഭോക്താവിന് പൂർണ്ണമായ സ്വാതന്ത്ര്യമുണ്ട്. അതായത് ഉപഭോക്താവിന് എന്ത് വേണമെങ്കിലും എന്ത് ചെയ്യാം, പർച്ചേസ് ചെയ്യാം, വിൽക്കാം, അതിനൊക്കെ ഉള്ള ഇതെന്ത് റൈറ്റ് ഉണ്ട് എന്ന് മനസ്സിലാക്കി വെക്കുക. അമേരിക്കകത്തൊക്കെ ഞാൻ പറഞ്ഞല്ലോ, തോക്കൊക്കെ ഭയങ്കര ഈസി ആയിട്ട് എല്ലാ ആൾക്കാരും കിട്ടുന്നുണ്ട്. അതിന്റെ അർത്ഥം ആ വിപണിക്കകത്ത് ഈ കൺസ്യൂമേഴ്സിന്, ഉപഭോക്താവിന് പൂർണ്ണമായ സ്വാതന്ത്ര്യം ഉണ്ട്. എന്ത് സാധനങ്ങളും വാങ്ങാനും വിൽക്കാനുള്ള റൈറ്റ് ഉണ്ട്. അതേപോലെ മക്കളെ, കോമ്പറ്റീഷൻ എമംഗ് ഇൻഡസ്ട്രീസ് ആണ്. വ്യവസായ സ്ഥാപനങ്ങൾ തമ്മിൽ കടുത്ത മത്സരം ഉണ്ട്. അതൊക്കെ എവിടെയാണ് ഉണ്ടാകുന്നത്? ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയിലാണ്. ഇനി നമ്മൾ സോഷ്യലിസ്റ്റിലേക്ക് വരികയാണെങ്കിൽ, സോഷ്യലിസ്റ്റിലേക്ക് ഓണർഷിപ്പ് ഓഫ് ദി ഗവൺമെന്റ്, അല്ലേ, എല്ലാം സർക്കാരിന്റെ ഉടമസ്ഥയിലാണ്. ഇനി നോക്കൂ, അതിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ സോഷ്യൽ വെൽഫെയർ ആണ്, സാമൂഹിക ക്ഷേമമാണ് അതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഗവൺമെന്റ് കൺട്രോൾ, അല്ലേ, അവിടെ കാണാൻ പറ്റുന്നുണ്ട്, സർക്കാരിന്റെ നിയന്ത്രണമുണ്ട് സോഷ്യലിസ്റ്റത്തിൽ. അതേപോലെ തന്നെ സെൻട്രൽ പ്ലാനിംഗ് കമ്മിറ്റി അവിടെ ഉണ്ട്, അല്ലേ, കേന്ദ്ര ആസൂത്രണ സമിതി ഉണ്ട്. അതുപോലെ റെഡ്യൂസിങ് ഇനീക്വാലിറ്റി ഇൻ ഇൻകം ആൻഡ് വെൽത്ത്, വരുമാനത്തിലും സമ്പത്തിലുള്ള അസമത്വം കുറയ്ക്കലും പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ്. അപ്പൊ ഇതാണ് ഈ പറയുന്ന സോഷ്യലിസ്റ്റ് എക്കോണമിയുടെ ഇത് കേട്ടോ. അപ്പോൾ ഓർത്ത് വെച്ചോ, ഇത് രണ്ടും ക്യാപിറ്റലിസ്റ്റും സോഷ്യലിസ്റ്റ് എക്കോണമിയിൽ വരും കേട്ടോ. ഇനി ക്യാപിറ്റലിസത്തിന് എക്സാമ്പിൾ ആയിട്ടുള്ള രാജ്യം ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് അറിയാലോ, ആ രാജ്യത്തിന്റെ പേരാണ് അമേരിക്ക. സോഷ്യലിസ്റ്റിൽ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ എക്സാമ്പിൾ നമുക്ക് ആരാ പറ്റാം, ചൈനയെ പറയാൻ പറ്റും കേട്ടോ. അപ്പോൾ ഓർത്ത് വെച്ചോ, ഇത് ഇങ്ങനെ ഒരു ചോദ്യം എന്ത് ചെയ്യും, വരും മക്കളെ, വരും. അപ്പൊ ഈ രീതിയിലേക്കുള്ള കുറെ ചോദ്യങ്ങൾ നമുക്ക് ഇനിയും പറയാനുണ്ട്. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യും, കൃത്യം തന്നെ നമ്മൾ ഇന്ന് പറയുന്നുണ്ട്. അത് പറയുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ, അതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഇന്ന് നടക്കാൻ പോകുന്ന നമ്മുടെ മെഗാ മാരത്തോണിനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കൃത്യമായിട്ട് പറയുന്നുണ്ട്. സോ മക്കളെ, എല്ലാ ആൾക്കാരും തന്നെ കൃത്യമായിട്ട് മെഗാ മാരത്തോണിലേക്ക് വരിക. നമ്മൾ അടിപൊളിയായിട്ട് ഉഷാറായിട്ട് നമ്മൾ എന്ത് ചെയ്യാമോ ഓരോന്നും പഠിക്കാം മക്കളെ. സോ അടിപൊളിയല്ലേ, ഉഷാറല്ലേ? സോ നമുക്ക് മെഗാ മാരത്തോൺ കാണാം. ബൈ.